ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ ഇപ്പോൾ തത്സമയം 24നോടൊപ്പം ചേരുകയാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്നത് 35 വർഷത്തെ പോലീസ് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് IM വിജയൻ. നമുക്കറിയാം ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയ ആൾ കൂടിയാണ്. എന്തായാലും കാക്കിക്കുപ്പായം അഴിച്ചു വെക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇല്ല, എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. റിട്ടയർഡ് ചെയ്യേണ്ട സമയത്ത് പിന്നെ റിട്ടയർഡ് ചെയ്യണ്ടേ. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ കേരള പോലീസാണ്. കേരള പോലീസിൽ വന്നു. കേരള പോലീസ് ഇപ്പോൾ ഈ മാസം റിട്ടയർഡ് ആവുന്നു. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അത്. പോലീസിൽ തന്നെ റിട്ടയർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കളിക്കാൻ വിളിച്ചതായിരുന്നു. പക്ഷേ ഞാൻ പോയില്ല, കേരള പോലീസിൽ തന്നെ നിന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഫുട്ബോൾ രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പം പോലീസുകാരനായിരുന്ന സമയത്ത് ഏറ്റവും വലിയ ഓർമ്മകൾ എന്ത്? പോലീസിൽ ഞങ്ങൾ 1991 ഫെഡറേഷൻ കപ്പ് നമ്മളെ ടീം വിൻ ചെയ്തതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഡൂറൻ കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു കേരള പോലീസിന്. പിന്നെ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലുത് തന്നെ ഫെഡറേഷൻ കപ്പ് ആ സമയത്ത് വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഫോഴ്സ് വിൻ ചെയ്യണത് ആദ്യമായിട്ടാണ് ഫെഡറേഷൻ കപ്പ്. അന്നൊക്കെ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബാൻ അങ്ങനെ വലിയ വലിയ ടീം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരെ എല്ലാവരും ബീറ്റ് ചെയ്തിട്ട് നമ്മൾ വിൻ ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമല്ല. അത് നമ്മളൊക്കെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. അത് 3 പതിറ്റാണ്ടായിരുന്നു. 3 പതിറ്റാണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഓർമ്മ വരുന്നുണ്ടോ? അത് ഞങ്ങൾ ഫസ്റ്റ് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്ത കൊല്ലം തന്നെയാണ്. അത് ഞാനൊക്കെ അന്ന് ചെറിയക്കനാണ്. അതൊക്കെ ഞങ്ങളുടെ മെമ്മറിയിൽ എപ്പോഴും എന്ത് കളിച്ചാലും ഇന്ത്യ കളിച്ചാലും ആ ഒരു മൊമെന്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 90-ൽ ഞങ്ങൾ അതും തൃശ്ശൂർ വെച്ചിട്ടാണ് വിൻ ചെയ്യുന്നത്. വലിയൊരു അഭിമാനമുള്ള കാര്യം. ഞങ്ങളെ കളിച്ചതിലെ എൻ്റെ ഏറ്റവും വലിയൊരു ട്രോഫി എടുത്ത് ആ സമയത്ത് വലിയൊരു ട്രോഫി എടുക്കാതെ ഫെഡറേഷൻ കപ്പ് എടുക്കുന്നതാണ്. പോലീസിൽ നിന്ന് വിരമിച്ച് ഫുട്ബോൾ രംഗത്ത് കുറച്ചും കൂടെ സജീവമാവും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഫുട്ബോളിൽ തന്നെയല്ല. ഫുട്ബോൾ തന്നെ വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഫുട്ബോളിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. നമുക്കറിയാം ഒരുപാട് പേര് ലഹരിക്ക് അടിമകളായി മാറുന്ന യുവാക്കൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫുട്ബോൾ അങ്ങനെയുള്ള സ്പോർട്സിനൊക്കെ എന്തുമാത്രം പ്രാധാന്യം ഇനി വരണം എന്നാണ് IM വിജയന്റെ അഭിപ്രായം? ഇല്ല, ഞങ്ങളുടെ അവിടെ എൻ്റെ വീടിൻ്റെ അവിടെ ഞാൻ ജനിച്ചു വളർന്ന് കളിച്ച സ്ഥലത്ത് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ പേരിൽ ടൂർണമെന്റ് സെവൻസ് നടത്തുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് തന്നെ ഇങ്ങനെയാണ്: കാൽപന്താണ് ലഹരി എന്നുണ്ട്. അത് ഈ ഇപ്പോഴത്തുള്ള ജനറേഷന് വലിയൊരു കാരണം. കുറേ പേര് പുറത്തുനിന്നുള്ളവർ കളിക്കാൻ വരും. ആ കളി കണ്ടിട്ട് കുറേ ക്യാമ്പിൽ 100-300 പിള്ളേരുണ്ട്. അവർ വന്ന് കളി കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണത്. കാരണം കളിച്ചു കഴിഞ്ഞാൽ നന്നാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ലഹരിയിലേക്ക് ഒന്നും പോവാണ്ട് ഇതൊക്കെ കണ്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ ലഹരി എന്ന് പറഞ്ഞ് എപ്പോഴും പറയാറുള്ളതാണ്. ഫുട്ബോളാണ് എൻ്റെ ലഹരി. ആ ലഹരിയൊക്കെ ലൈഫ് ലോങ് ആണ്. ഈ ലഹരി എന്നൊക്കെ ഷോർട്ട് പീരീഡാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഏത് ഇവന്റ് ആയിട്ട് സ്പോർട്സിലും ഫുട്ബോൾ തന്നെ വേണമെന്നില്ല. ചിലർക്ക് പഠിക്കാനാവും, ചിലർക്ക് പടം വരയ്ക്കാനാവും, ചിലപ്പോൾ ചിത്രരചന പോലെ പാട്ട് പാടാനാവും. ആ ലഹരിയൊക്കെ എപ്പോഴും നിൽക്കണതാണ്. ഈ ലഹരി എന്നൊക്കെ ഷോർട്ട് പീരീഡ് ലൈഫ് കോഞ്ഞാട്ടാവുന്ന ലഹരിയാണ് അതൊക്കെ. അപ്പം അതിലൊന്നും പോവാണ്ട് ലഹരിക്കെതിരെ ശക്തമായിട്ടൊരു പോരാട്ടമൊക്കെ ഉണ്ട്. പക്ഷെ പോലീസ് എത്രത്തോളം കുറച്ചും കൂടെ ഒന്ന് കാര്യക്ഷമമാവണമെന്നാണ്? അല്ല, പോലീസുകാർ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്തോരം പോലീസുകാർക്കൊരു പരിധിയില്ലേ? അല്ല, എത്ര സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ പോലീസുകാർ കണക്കെടുത്തപ്പോ 100-90% 15-18 വയസ്സ് ഇടയിലുള്ള പിള്ളേരാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലേ, എവിടെയൊക്കെ പോയി നോക്കുക പറഞ്ഞു. അപ്പൊ അത്രയും നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞത് നമുക്കൊരു പഴയ ഒരു കേരളത്തിൽ കിട്ടുമെന്ന് നോക്കാനാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ വരും പിള്ളേരൊക്കെ കുറച്ചുകൂടി അത് പാരന്റ്സ്. അപ്പൊ എന്റെ മോനെ ഞാൻ നോക്കണേ, എന്റെ പാരന്റ്സ് കുറച്ച് ശ്രദ്ധിക്കണം. അവർക്ക് തന്നെ എന്താണ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഞാനിരുന്ന് കരയുമ്പോൾ അമ്മ ഒന്ന് ചോദിച്ചു ചേട്ടന്റെ അടുത്ത്, എന്താണ് അവന് കരയണേ ചോദിച്ചു. അമ്മ അവൻ പഠിച്ചില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്റെ അമ്മ പറഞ്ഞിട്ട് എന്റെ അമ്മ വലിയ പഠിപ്പൊന്നുമില്ല. അമ്മ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനറിയുന്ന ഒരു ജോലിയുണ്ട് പന്ത് കളിക്കാൻ, അവൻ അതിന് വിട്ടേക്ക് എന്നാ പറഞ്ഞ. പഠിക്കാത്തൊരാള് അതാണ് പറഞ്ഞ പാരന്റ്സ്. ഏത് പിള്ളേരുടെ ഒരു ടാലന്റ് ഉണ്ടാവും, അത് പാരന്റ്സ് ആണ് കണ്ടുപിടിക്കുക. പക്ഷെ എൻ്റെ അമ്മ അത് നീ പഠിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ടായി പോയനാ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ആ ഒരു ഒറ്റ വേടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അമ്മര ഒരൊറ്റ വേട്, അവനെ അറിയുന്ന ജോലി അവൻ ചെയ്യട്ടേന്ന് പറഞ്ഞു. അങ്ങനെ പേരൻസ് അവരത്തെ പിള്ളേരിനെ, ഞാനായാലും എൻ്റെ പിള്ളേരിനെ കണ്ടുപിടിക്കുന്നത് അവരെ ഒരു ടാലന്റ് ഉണ്ടാവും. ആ കണ്ടുപിടിച്ച് അതിലേക്ക് വിടാറ്. അല്ലാണ്ട് ബലമായിട്ട് പേരൻസ് അവിടെ 10 മാർക്ക് കിട്ടി ഇവിടെ 9 മാർക്ക് കിട്ടിയുള്ള അടി വിടാൻ നിൽക്കേണ്ടത്. അവരുടെ ടാലന്റിന് അവരുടെ അതിൻ്റെ കൂടെ വിടുക എന്നുള്ളതാണ്. ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിക്കുമ്പോൾ കൂടുതൽ മഹത്തായ സംഭാവനകൾ കായിക ലോകത്ത് ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്.
കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കും YS അഭിനന്ദ് 24.